So next is control structures in C++. Control structures. So we have two types of control structures. One is decision structures and the other is looping structures. അതായത് സാധാരണ പ്രോഗ്രാംസ് അല്ലെങ്കിൽ the programs which do not use these control structures have the execution flow from top to bottom. ഒന്നാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, രണ്ടാമത്തെ എക്സിക്യൂട്ട് ചെയ്തു, അങ്ങനെ താഴേക്ക് ഒരു സീക്വൻഷ്യൽ സ്റ്റൈലിലായിരിക്കും താഴേക്ക് എക്സിക്യൂട്ട് ചെയ്യുക, മുകളിൽ താഴേക്ക് ഓരോന്നോരോന്ന്. പക്ഷേ ഫോർ സം ലോജിക് ചിലപ്പോൾ നമുക്ക് കുറച്ച് ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്ട്രക്ചേഴ്സാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ആൻഡ് വി ഹാവ് ടു ടൈപ്സ്, ഡിസിഷൻ ആൻഡ് ലൂപ്പിംഗ്. ഡിസിഷനകത്ത് ബേസിക്കലി വരുന്നത് ഇഫ് എന്നൊരു വരുന്നുണ്ട്. അപ്പോൾ ഇഫ് നമുക്ക് നോക്കാം. അതായത് ഇഫ് എന്ന സ്ട്രക്ചർ അവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ്, ഇഫ് ഈസ് യൂസ് ഫോർ checking a condition, is for checking a condition. എയും ബിയും രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ ഇഫ് എ ലെസ് ദാൻ ബി ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ ഇഫ് എന്നുള്ളത്. ഇഫ് എ ലെസ് ദാൻ ബി, അപ്പോൾ എക്കും ബിക്കും വാല്യൂസ് കൊടുക്കാൻ നമുക്കറിയാം. എ ഈസ് ഈക്വൽ ടു 10, ബി ഈസ് ഈക്വൽ ടു 20, അല്ലെങ്കിൽ സി ഇൻ എ, സി ഇൻ ബി. സോ ഫ്രം കീബോർഡ് ഓർ ത്രൂ അസൈൻമെൻറ്റ് എ ആൻഡ് ബി ഹാവ് ടു വാല്യൂസ്. ഈ രണ്ട് വാല്യൂസ് നമുക്ക് കമ്പയർ ചെയ്യണം. നമുക്ക് എ ഈക്വൽ ടു ബി കൊടുക്കാം, ഈക്വാലിറ്റി ചെയ്യാനായിട്ട്. എ ലെസ് ദാൻ ബി കൊടുക്കാം, എ ലെസ് ദാൻ ഈക്വൽ ടു ബി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ലോജിക് എന്താണോ, ഡിപ്പെൻഡിങ് ഓൺ ദി പ്രോഗ്രാം ലോജിക് വി ക്യാൻ ഗീവ് ദി കണ്ടീഷൻ. ഇഫ് എ ലെസ് ദാൻ ബി, ഇഫ് എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എയുടെ വാല്യൂ ബിയുടെ വാല്യൂയേക്കാൾ ചെറുതാണോ എന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റിലേഷണൽ ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. സോ ഇഫ് എ ലെസ് ദാൻ ബി, എയുടെ വാല്യൂ ബിയുടെ വാല്യൂയേക്കാൾ ചെറുതാണോ എന്ന ക്വസ്റ്റ്യൻ. അവിടെ ഈക്വൽ എന്ന് ക്വസ്റ്റ്യനൊന്നുമില്ല. എ ലെസ് ദാൻ ബി, എയുടെ വാല്യൂ ബിയുടെ വാല്യൂയേക്കാൾ ചെറുതാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇവിടെ നമുക്ക് കൊടുത്താൽ മതി. അതെന്തും ആവാം. ഞാനിപ്പോൾ വേണമെങ്കിൽ പ്രിൻറ്റിങ് ആവാം. സി ഔട്ട് ഹലോ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാം. എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? എയുടെ വാല്യൂ ബിയുടെ വാല്യൂയേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും? ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യും. സി ഔട്ട് എ എന്ന് കൊടുക്കും. ഇപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും? വാല്യൂ ഓഫ് എ പ്രിൻ്റ് ചെയ്യും. സി ഔട്ട് ബി എന്ന് കൊടുത്തു, എന്ത് പ്രിൻ്റ് ചെയ്യും? വാല്യൂ ഓഫ് ബി പ്രിൻ്റ് ചെയ്യും. ഇത് നമ്മുടെ ലോജിക്കാണ്. അതായത് എ ലെസ് ദാൻ ബി ആണെങ്കിൽ എന്ത് ചെയ്യണം, അതാണ് ഈ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഈ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ലൈൻസിൻ്റെയും മാത്രം ബ്രാക്കറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബ്രാക്കറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇൻ സിംഗിൾ ലൈൻ ഓൾസോ. ഇഫ് എ ലെസ് ദാൻ ബി സ്പേസ് സി ഔട്ട് ബി, ഒരു സിംഗിൾ ലൈനൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് നേരെ കൊടുക്കാം. ഇഫ് എ ലെസ് ദാൻ ബി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നേരെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റൊന്നും ആവശ്യം വരില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. അതായത് ബ്രാക്കറ്റിനകത്ത് കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. ഒന്നിൽ കൂടുതൽ ലൈൻസിന് നമുക്ക് ഇതാ വഴിയുള്ളൂ. അതായത് ഇപ്പോൾ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എനിക്ക് കുറച്ചധികം കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ വി ഹാവ് ടു ഗീവ് ഇൻസൈഡ് ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്നാമത്തെ കൊടുത്തു, പിന്നെ സി ഔട്ട് വേറെ എന്തെങ്കിലും ബി പ്ലസ് സി. ഓക്കെ, ഇവിടെ കൊടുക്കുന്നത് പ്രോഗ്രാം ലോജിക്കാണ്. ഇപ്പോൾ ചെറിയ നമ്പർ പ്രിൻ്റ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യനെങ്കിൽ അതിന് ലോജിക്ക് എന്തായിരിക്കണം? ലോജിക്ക് എന്നുള്ളത് എ ബിയേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് ചെറുതാ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ സി ഔട്ട് എ എന്നേ കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ മെസ്സേജ് വേണം. ഇപ്പോൾ എന്താ വേണ്ടത്? ലോവസ്റ്റ് അല്ലെങ്കിൽ ലോവർ നമ്പർ ഈസ് എന്ന് കൊടുത്തിട്ട്
ഓക്കെ, വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എന്താണ് ഇതാണ് ഇഫിൻ്റെ സിൻടാക്സ് എന്നുള്ളത്. ഇഫ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇഫ് എ ലെസ് ദാൻ ബി ആണ് സിൻടാക്സ്. എ ബിയേക്കാൾ ചെറുതാണോ, അത്രയും മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇനിയിപ്പോൾ എ ലെസ് ദാൻ ഈക്വൽ ടു ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാറി. ക്വസ്റ്റ്യൻ എന്താണ്, അവർ ലോജിക്ക് എന്തായി? ഇപ്പോൾ എന്തായി? എ ബിയേക്കാൾ ചെറുതോ ഈക്വലോ ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്തുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വരും. ഓക്കെ, ഇനി ഇത് സിമ്പിൾ ഇഫാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വരാവുന്നത് അങ്ങനെ അല്ലെങ്കിൽ വേറെ കാര്യം ചെയ്യാം, അങ്ങനെ വരാം. സെക്കൻഡ് ടൈപ്പ് നോക്കുക. അതായത് ഇഫ് ഒരു കണ്ടീഷൻ കൊടുത്തു, എ ലെസ് ദാൻ ബി ആണോ എന്ന് കൊടുത്തു. ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും? ഈ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ഇനി അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെന്ത് ഉപയോഗിക്കും? എൽസ് എന്ന് ഉപയോഗിക്കും. എൽസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്താൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ ഈ സിൻടാക്സ് ഇങ്ങനെയായി. അതായത് ക്വസ്റ്റ്യൻ എന്താണ്? എ ലെസ് ദാൻ ബി. അതായത് എക്കും ബിക്കും വാല്യൂ എങ്ങനെയോ കിട്ടിയിട്ടുണ്ട്, ഒന്നുകിൽ അസൈൻമെൻറ്റ് വഴി അല്ലെങ്കിൽ കീബോർഡ് വഴി കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ എന്താണെങ്കിലും എയുടെ വാല്യൂ ബിയേക്കാൾ ചെറുതാണോ എന്ന് നോക്കി. ചെറുതാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. ഞാനിപ്പോൾ സി ഔട്ട് എ എന്നാണ് കൊടുത്തത്. അതായത് എ ബിയേക്കാൾ ചെറുതാണെങ്കിൽ എ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. അതായത് ലോവസ്റ്റ് നമ്പർ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് അർത്ഥം? എ ബിയേക്കാൾ ചെറുതല്ലെങ്കിൽ എന്താ അർത്ഥം? എ ബിയേക്കാൾ ചെറുതല്ല എന്ന് പറയുമ്പോൾ ബി ആണ് ചെറുത്. അപ്പോൾ ഞാനെന്ത് പറയുന്നു? ഇവിടെ സി ഔട്ട് ബി എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു എന്താണ്, ഒരു ലോജിക് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ലോവസ്റ്റ് നമ്പറാണ് അല്ലേ. എയും ബി രണ്ട് നമ്പേഴ്സ് കീബോർഡിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിനകത്ത് ലോവസ്റ്റ് നമ്പർ പ്രിൻ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നാൽ വി ക്യാൻ യൂസ് ദിസ് ലോജിക്. ഇഫ് എ ലെസ് ദാൻ ബി എന്ന് ക്വസ്റ്റ്യൻ കൊടുത്തു, എന്ന് കണ്ടീഷൻ കൊടുത്തു. എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ബി പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് പ്രോഗ്രാം ലോജിക്ക് പോലെ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് അവർ ഓൺ കണ്ടീഷൻസ്. ഓക്കെ, മൂന്നാമത്തെ വരുന്നത് ഇഫ് എ ഈക്വൽ ടു ബി. ഞാൻ ആദ്യം ചെക്ക് ചെയ്തു എ ഈക്വൽ ടു ബി ആണോ ചെക്ക് ചെയ്തു. എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. എ ഈക്വൽ ടു ബി അല്ലെങ്കിൽ എങ്ങോട്ട് വരും? എൽസിലേക്ക് വരും. അവിടെ വീണ്ടും ഒരു ഇഫ് കൊടുക്കുകയാണ്. അതായത് എ ഈക്വൽ ടു ബി അല്ലെങ്കിൽ എങ്ങോട്ട് വരിക? എ ഈക്വൽ ടു ബി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാകുമ്പോൾ എയും ബിയും ഈക്വൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു. എൽസ് ഇഫ് ഞാനിവിടെ എന്ത് കൊടുത്തു? എ ലെസ് ദാൻ ബി ആണോ നമുക്ക് കൊടുത്തു. എ ലെസ് ദാൻ ബി ആണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്തല്ലെങ്കിൽ? എ ലെസ് ദാൻ ബി അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ നമുക്ക് ഇതുപോലെ നോക്കുകയാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. So we can handle multiple conditions like this. If a equal to b, a equal to b ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറയാം. ബോത്ത് ആർ ഈക്വൽ എന്ന് പ്രിൻ്റ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു വാല്യൂ പ്രിൻ്റ് ചെയ്തു, എയോ അല്ലെങ്കിൽ ബിയോ പ്രിൻ്റ് ചെയ്തു. കാരണം എയും ബി ഈക്വലാണ്. ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് എന്ത് വേണം? ഇഫ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ ചെറിയ നമ്പറാണെങ്കിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, ഇനി എ ലെസ് ദാൻ ബി അല്ലെങ്കിൽ എന്താ അർത്ഥം? ബി ആണ് ചെറുത്. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? സി ഔട്ട് ബി എന്ന് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പ്രോഗ്രാമിൻ്റെ ലോജിക്ക് പോലെയാണ്. നമ്മൾ ഇത്ര മനസ്സിലാക്കുക, ഈ കണ്ടീഷൻ കൊടുത്തു കഴിയുമ്പോൾ
ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്രാക്കറ്റിൽ കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൽസിലേക്ക് വരും, ഈ എൽസിലേക്ക് വരില്ല. ഇതിൻ്റെ എൽസ് ഇതാണ്, ഇങ്ങോട്ട് വരിക. അവിടെ വീണ്ടും ഇഫാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നു, ഇത് ഫോൾസ് ആണെങ്കിൽ എൽസിലേക്ക് വരുന്നു. ഇങ്ങനെ നമുക്ക് മൾട്ടി ലെവൽ പറ്റും, എത്രയും പറ്റും, കുഴപ്പമില്ല. സോ ഇതിന് പറയുന്ന പേരാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. ലാഡർ മീൻസ് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതുകൊണ്ട് ഇഫ് എൽസ് ഇഫ് ലാഡർ നമുക്ക് ഇതിനെ കോൾ ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ടൈപ്പ് ഉള്ളത് ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഒരു കണ്ടീഷൻ കൊടുത്തു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് കുറച്ച് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ പഠിച്ചു. ഇഫ് എ ലെസ് ദാൻ ഈക്വൽ ടു ബി ആണെങ്കിൽ ആ ബ്രാക്കറ്റിനകത്ത് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക. ഞാനിപ്പോൾ വേറെ ഇതിനകത്ത് ഞാൻ വീണ്ടും ഒരു ഇഫ് കൊടുക്കുകയാണ്. അതായത് വേറൊരു സ്ട്രക്ചറായിട്ട് ഐ ആം ഗിവിങ് ഇഫ്. ഇവിടെ പറയാണ് ഇഫ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നോക്കുക. ഇഫ് എ ലെസ് ദാൻ ബി, ലെസ് ദാൻ ഈക്വൽ ടു ബി, എ ചെറുതോ ഈക്വലോ ആണെങ്കിൽ, ബിയോട് ചെറുതോ ഈക്വലോ ആണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് വീണ്ടും ഒരു കണ്ടീഷൻ ഇഫ് കൊടുത്തിരിക്കുകയാണ്. എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഇഫിനകത്ത് ഒരു ഇഫ് കൊടുക്കുകയാണ്. സോ വി കോൾ ദിസ് ആസ് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ 2 സ്ലാഷ് ഇട്ട് കൊടുക്കുന്ന ഒരു ലൈൻസും എക്സിക്യൂട്ട് ചെയ്യില്ല. അതുകൊണ്ട് വി ക്യാൻ റൈറ്റ് എനിത്തിങ്. നെസ്റ്റഡ് ഇഫ്. ഇതിന് കമൻസ് എന്ന് പറയാം. സോ ഐ ക്യാൻ റൈറ്റ് കമൻസ് ഇൻസൈഡ് ദി പ്രോഗ്രാം ബൈ യൂസിങ് ഡബിൾ സ്ലാഷ്. അതൊന്നും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആവില്ല, കമ്പൈൽ ചെയ്യില്ല. അപ്പോൾ അത് നെസ്റ്റഡ് ഇഫാണ്. ഇത് എന്താണ്? ഇഫ് എൽസ് ഇഫ് ലാഡറാണ്. നെസ്റ്റഡ് ഇഫ് എന്നുള്ളത് ആൻ ഇഫ് ഇൻസൈഡ് അനദർ ഇഫ്. ഇത് എന്താണ്? വെറുതെ ഒരു ഇഫ് എൽസ് ആണ്. ഇഫ് എൽസ് സ്ട്രക്ചർ. ഇതെന്താണ്? ഒരു സിമ്പിൾ ഇഫാണ്. അതായത് ഇതിനകത്ത് ഇപ്പോൾ എൽസ് ഒന്നുമില്ല, അതുകൊണ്ട് വി ക്യാൻ കോൾ ഇറ്റ് ആസ് സിമ്പിൾ ഇഫ്. ഒരു ഇഫ് മാത്രം. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ സ്ട്രക്ചറാണ്. ഇത് കൂടാണ്ട് ഒരെണ്ണം കൂടിയുണ്ട്. ഇതൊരു സ്വിച്ച് കേസ് എന്നൊരു സ്ട്രക്ചറാണ്. ഞാൻ സ്വിച്ച് എന്നൊരു കീവേഡ് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ബ്രാക്കറ്റിനകത്ത് എനിക്ക് ഒരു വേരിയബിൾ കൊടുക്കാം, അല്ലെങ്കിൽ ഐ ക്യാൻ ഗിവ് ആൻ എക്സ്പ്രഷൻ. ഞാനിപ്പോൾ എ എന്നാണ് കൊടുത്തത്. എ ഈസ് മൈ വേരിയബിൾ. സോ ഐ ആം ഗിവിങ് എ ബ്രാക്കറ്റ് ലൈക്ക് ദിസ്. അതായത് ഈ ബ്രാക്കറ്റ് എന്താണ്? ഈ ബ്രാക്കറ്റ് ഈ സ്വിച്ചായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നർത്ഥം. നമ്മൾ ഇഫ് കൊടുത്ത പോലെ ദീസ് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് റിലേറ്റ്സ് ടു ദിസ് സ്വിച്ച്. ഇനി ഇതിനകത്ത് ഇതൊരു മൾട്ടിപ്പിൾ ഇഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണത്. ഇപ്പോൾ ഒരു മൾട്ടി ബ്രാഞ്ചിങ് ഇഫ് എന്നൊക്കെ പറയാം. അപ്പോൾ കുറേ അധികം കണ്ടീഷൻസ് ഒരുമിച്ച് കൊടുക്കുന്നതിന് പകരം എനിക്ക് ചിലപ്പോൾ ഐ ക്യാൻ മേക്ക് ദ പ്രോഗ്രാം സിംപ്ലർ ബൈ യൂസിങ് എ സ്വിച്ച്. 2 ഇഫ് ഉപയോഗിച്ച് ചെയ്താലും ഔട്ട്പുട്ട് കിട്ടും, സ്വിച്ചിനും ഔട്ട്പുട്ട് കിട്ടും. ബട്ട് സംടൈംസ് സ്വിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, പ്രോഗ്രാം പെട്ടെന്ന് ചിലപ്പോൾ ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈസിയർ അണ്ടർസ്റ്റാൻഡിങ് പറ്റും. അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നവരാണ് കേസ് എന്ന് പറയണം. ഞാനിപ്പോൾ കേസ് 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഒരു കോളൻ കൊടുത്തു, സ്പേസ് ഇട്ടു, സി ഔട്ട്, ഞാൻ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും കേസ് 2 എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ സി ഔട്ട് 2 എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെ എനിക്ക് ആവശ്യം പോലെ കേസ് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് എൻ്റെ അവസാനം ഡീഫോൾട്ട് എന്നൊരു വാക്ക് കൊടുക്കാം. സി ഔട്ട് ഐ ആം ഗിവിങ് ആസ് അതർ നമ്പർ. തിരിച്ചും ഒരു എക്സാമ്പിളാണ്. സോ കേസ് 1 സി ഔട്ട് 1, കേസ് 2 സി ഔട്ട് 2, ഡീഫോൾട്ട് സി ഔട്ട് അതർ നമ്പർ. അതായത് ഈ സ്വിച്ച് എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 1 ആണെങ്കിൽ അതാണ് കേസ് 1 എന്നുള്ളത്. 1 അപ്പോൾ എ ഒരു ഇൻറ്റിജർ വേരിയബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് എയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇഫ് എ ഈസ് ഈക്വൽ ടു 1 നേരെ ഇങ്ങോട്ടേക്ക് ബ്രാഞ്ച് ചെയ്യും, ഇത് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് എക്സിക്യൂഷൻ താഴേക്ക് വരിക. അപ്പോൾ എന്ത് സംഭവിക്കും? സി ഔട്ട് 2 എന്ന് പ്രിൻ്റ് ചെയ്യും, പിന്നെ സി ഔട്ട് അതർ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അത് ആയിരിക്കില്ല നമ്മുടെ ലോജിക്ക്. നമുക്ക് ഇത് മാത്രം മതിയാവും. അത് മാത്രം മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഒരു ബ്രേക്ക് എന്നൊരു കീവേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ സ്വിച്ച് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഈ സ്വിച്ചിൻ്റെ ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റാണ് ഞാൻ പറഞ്ഞു. ബ്രേക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്വിച്ചിൻ്റെ പുറത്തേക്ക് വരും. അതായത് പിന്നെ ബാക്കിയൊന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ കേസ് 1ലേക്ക് ബ്രാഞ്ച് ചെയ്യില്ല. ഇഫ് എ ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോലെ കേസ് 2ലേക്ക് ബ്രാഞ്ച് ചെയ്യും. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? സി ഔട്ട് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എന്ന് പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എക്സിക്യൂഷൻ താഴേക്ക് വരുന്നു. അപ്പോൾ സി ഔട്ട് അതർ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. സോ വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ദാറ്റ് പ്രിൻറ്റഡ്. സോ ഐ ആം ഗിവിങ് ആസ് ബ്രേക്ക് അഗെയിൻ. അപ്പോൾ ബ്രേക്ക് സ്വിച്ചിൻ്റെ കൂടെ കമ്പൽസറി ആണോ ചോദിക്കുകയാണെങ്കിൽ ബ്രേക്ക് കമ്പൽസറി അല്ല. പക്ഷേ എന്താണ്, നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ലോജിക് ആണെങ്കിൽ ബ്രേക്ക് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ആവശ്യമായ പോർഷൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ അത് സ്വിച്ചിന് പുറത്തേക്ക് ബ്രാഞ്ച് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ഷുഡ് ബി ഗിവൺ ഇഫ് ദ ലോജിക് ഡിമാൻഡ്സ് സോ. ഇനിയിപ്പോൾ 1ഉം 2 അല്ല വേറെ എന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ അത് ഡീഫോൾട്ടിലേക്ക് വരും. അതായത് ഇവിടെ കൊടുത്ത കേസ് ക്യാൻ ബി ഗിവൺ മൾട്ടിപ്പിൾ, കുറേ കേസ് കൊടുക്കാം. മൾട്ടിപ്പിൾ കേസസ് ക്യാൻ ബി ഗിവൺ ആസ് വി വിഷ് ഡിപ്പെൻഡിങ് ഓൺ ദി ലോജിക് ഓഫ് ദി പ്രോഗ്രാം. ആൻഡ് if the value of the A does not match with the given cases, then it will be branched towards the default. ഡിഫോൾട്ടിന് താഴെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. ബ്രേക്ക് കൊടുത്താലും ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും താഴേക്കാണ് എക്സിക്യൂഷൻ വരിക. സോ യു ക്യാൻ ഗീവ് ബ്രേക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഡിഫോൾട്ട് കഴിയുമ്പോൾ താഴേക്ക് എക്സിക്യൂഷൻ വരുന്നതുകൊണ്ട് ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും ഇറ്റ് കംസ് ഔട്ട് സൈഡ്. അപ്പോൾ എ എന്നുള്ള വേരിയബിൾ ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ കേസ് 1, 2 എന്നൊക്കെ കൊടുക്കാൻ കാരണം. ഇനിയിപ്പോൾ എ എന്നുള്ള വേരിയബിൾ ഒരു ക്യാരക്ടർ ടൈപ്പ് ആണെങ്കിൽ ആ ക്യാരക്ടർ ഓ ആണെങ്കിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഹാവ് ടു ഗീവ് ലൈക്ക് ദിസ്. എ എന്നുള്ള വേരിയബിൾ ക്യാരക്ടർ ആണെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ വാല്യൂ ഓ എന്നാണെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നാണെങ്കിൽ ഹാവ് ടു ഗീവ് കേസ് ഓ ലൈക്ക് ദിസ്. ഓക്കെ. അതുപോലെ കേസ് അടുത്ത ക്യാരക്ടർ എന്താണ്? കേസ് ടി ആണെങ്കിൽ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇത് ഇറ്റ് സപ്പോർട്ട്സ് വിത്ത് ക്യാരക്ടർ ഓൾസോ. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഇഫിന് പകരമായിട്ട് ഒരു 10 കേസൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഇഫ് സ്ട്രക്ചറിന് പകരമായിട്ട് വി ക്യാൻ ഈസിലി യൂസ് എ സ്വിച്ച് കൺസ്ട്രക്റ്റ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ബ്രാഞ്ചിങ്ങിൽ വരിക. ഇപ്പോൾ ഡിസിഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ഓർ ബ്രാഞ്ചിങ്. ഇതിനകത്ത് വരുന്നത് ഇഫ് എൽസ് ഇഫ് ലാഡർ ദെൻ നെസ്റ്റഡ് ഇഫ് ആണ്. ദെൻ സ്വിച്ചും വരും. ഇനി ലൂപ്പിംഗ് ആണ് വരിക. ലൂപ്പിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സെറ്റ് ഓഫ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ലൈൻ, എ സെറ്റ് ഓഫ് ലൈൻസ് ഓർ എ ലൈൻ ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ മൈ പ്രോഗ്രാം ലോജിക്. എൻ്റെ ലോജിക്കിനകത്ത് എനിക്ക് എന്ത് വേണം? എനിക്ക് ഒരു സിംഗിൾ ലൈൻ തന്നെ ഒരു 5 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ നീഡ് ടു ഗോ ഫോർ എ ലൂപ്പിംഗ് സ്ട്രക്ചർ. അപ്പോൾ അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഐ ക്യാൻ യൂസ് 3 ടൈപ്സ് ഓഫ് ലൂപ്സ്. 3 ടൈപ്പ് ലൂപ്പുകളിനകത്ത് ഏത് യൂസ് ചെയ്യാം. ഏത് ലൂപ്പ് ഉപയോഗിച്ചാലും ഔട്ട്പുട്ട് നമ്മൾ ലോജിക് കറക്റ്റ് ആണെങ്കിൽ കിട്ടും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ അവർ ലോജിക് ആൻഡ് അവർ കൺവീനിയൻസ് വി ക്യാൻ യൂസ് എനി ഓഫ് ദി ലൂപ്സ്. ഞാൻ കഴിഞ്ഞ ഒന്നാമത്തെ ലൂപ്പ് ഞാൻ ഫോർ ലൂപ്പ് എന്ന ലൂപ്പ് ഉപയോഗിക്കുന്നു. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഫോർ ലൂപ്പിനകത്ത് ആദ്യം കൊടുക്കേണ്ടത് ഇനീഷ്യലൈസേഷനാണ്. അതായത്
ഇപ്പോൾ ലൂപ്പിൻ്റെ ആവശ്യം ലൂപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എനിക്കിപ്പോൾ ഒരു 5 ടൈംസ് എനിക്കൊരു കാര്യം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഞാനെന്ത് എനിക്കത് എണ്ണിക്കൊണ്ടിരിക്കേണ്ടി വരും. 1 2 3 4 അങ്ങനെ 5 ആയോ എന്ന് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഐ നീഡ് ടു കൗണ്ട്. അതിനുവേണ്ടി ഐ വിൽ ബി യൂസിങ് സം വേരിയബിൾ. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനീഷ്യൽ വാല്യൂസ് കൊടുക്കാൻ ഉപയോഗിക്കാം, എങ്ങനെയും കൊടുക്കാം. ഞാനിപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ വാല്യൂ ഓഫ് ഐ ഈസ് നൗ 0. ഇതിൻ്റെ കൂടെ കോമ ഇട്ടിട്ട് ഒരു ജെ ഈസ് ഈക്വൽ ടു 5 കൊടുക്കുകയാണെങ്കിൽ അത് സംഭവിക്കും. ഐ 0 ആയിരിക്കും, ജെ 5 ആയിരിക്കും. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം കൊടുക്കുന്നു, ഐ ഈസ് ഈക്വൽ ടു 0. അത് കഴിഞ്ഞ് കൊടുക്കുന്നത് സെമിക്കോളനാണ്. അപ്പോൾ ഒരു ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു എന്നർത്ഥം. ഫോർ ഐ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി അടുത്ത് ഞാൻ കൊടുക്കുന്നത് കണ്ടീഷനാണ്. ഐ ലെസ് ദാൻ 10 എൻ്റെ കണ്ടീഷനും കഴിഞ്ഞു. ദെൻ ഐ പ്ലസ് പ്ലസ്. ഞാനങ്ങനെ 3 പാർട്സാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഈ 4നായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്ത് കൊടുക്കാം? ഐ ക്യാൻ ഗീവ് ബ്രാക്കറ്റ്സ്. നമ്മൾ സ്വിച്ചിനും ഇഫിനും ബ്രാക്കറ്റ് കൊടുത്ത പോലെ ഈ 2 ബ്രാക്കറ്റ് 4ൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും 4ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിവിടെ നോക്കുക, ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്. ഇത് ഇനീഷ്യലൈസേഷനാണ്, ഇത് കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ നോക്കിയിട്ട് ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഈ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ ലൂപ്പിൻ്റെ ബോഡി ഞാനിപ്പോൾ സി ഔട്ട് എന്നാണ് കൊടുത്തതെങ്കിൽ, സി ഔട്ട് ഐ എന്നാണ് കൊടുത്തതെങ്കിൽ ആ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തു, അതായത് ഐ പ്രിൻ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഈ ബ്രാക്കറ്റ് കാണുമ്പോൾ ഇറ്റ് സ്ട്രെയിറ്റ് അവേ കംസ് ടു ദി തേർഡ് പോർഷൻ കോൾഡ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. അതായത് ഈ പോർഷനിലേക്ക് വരും. അവിടെ നമുക്ക് എന്തും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻക്രിമെൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഐയുടെ വാല്യൂ ആദ്യം 0 ആയിരുന്നു. ഐ ലെസ് ദാൻ 10 നോക്കുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ലൂപ്പിൻ്റെ അകത്ത് കയറി ഐ പ്രിൻ്റ് ചെയ്തു. ഐ എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ്. സോ 0 ഗെറ്റ്സ് പ്രിൻറ്റഡ്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയി? ഇറ്റ് ഗോസ് ടു ഐ പ്ലസ് പ്ലസ്. അപ്പോൾ ഐ എന്താണ്? ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഐ ഈസ് ഇൻക്രിമെൻറ്റിങ്, സോ ഐ ബിക്കംസ് 1. അത് കഴിഞ്ഞ് നേരെ തൊട്ട് ബാക്കിലേക്ക് വരിക, ഐ ലെസ് ദാൻ 10. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിനകത്ത് കയറി. അപ്പോൾ ഐ 1 ആണ്, 1 പ്രിൻ്റ് ചെയ്തു. വീണ്ടും ബ്രാക്കറ്റ് കാണുമ്പോൾ ഇങ്ങോട്ട് വരും, ഐ ഇൻക്രിമെൻറ്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, താഴേക്ക് വരും. അതായത് ഇനീഷ്യലൈസേഷൻ എന്നുള്ളത് ഇസ് ഡൺ ഓൺലി അറ്റ് ദി സ്റ്റാർട്ടിങ്. ബാക്കി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ബോഡി വർക്ക് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ബോഡി വർക്ക് ചെയ്യണം. അങ്ങനെ അത് പോയി എന്താണ്? സി ഔട്ട് ഐ 8 എത്തിയായിരിക്കാം, ഐ 8 എത്തിയായിരിക്കാം. 8 ആണെങ്കിൽ 8 പ്രിൻ്റ് ചെയ്തു. വീണ്ടും മുകളിൽ പോയി 9 ആയി, കണ്ടീഷൻ ചെക്ക് ചെയ്തു, 9 പ്രിൻ്റ് ചെയ്തു. വീണ്ടും ബ്രാക്കറ്റ് കൊണ്ട് മുകളിൽ പോയി ഐ 10 ആയി. ഐ 10 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ അല്ല. അപ്പോൾ ഈ ബോഡി വർക്ക് ചെയ്യില്ല. എന്ത് ചെയ്യും? ഈ ബ്രാക്കറ്റ് കഴിഞ്ഞുള്ള സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരും. ഈ ബ്രാക്കറ്റ് കഴിഞ്ഞ് എന്ത് കൊടുത്തോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ആകും. സോ ഇതാണ് ഒരു ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ. ഞാൻ ഇവിടെ വെറുതെ സി ഔട്ട് ഐ എന്നെങ്ങനെ കൊടുത്താൽ എന്താ കിട്ടുന്നുണ്ടാവുക? ഇവിടെ ഐ എന്താണ്? കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 10 ആണ്. ആ സമയത്താണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും? ഐ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എന്താ പ്രിൻ്റ് ചെയ്യുക? 10 പ്രിൻ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ഇൻക്രിമെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴാണ് പുറത്തേക്ക് വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂ ആയിരിക്കും, അതിൻ്റെ വാല്യൂ പുറത്ത് വരുമ്പോൾ ഉണ്ടാവുക. സോ ഐ ക്യാൻ യൂസ് ഫോർ ലൂപ്പ്. അപ്പോൾ ഈ ഫോർ ലൂപ്പിനകത്ത് സി ഔട്ട് ഐക്ക് പോയാൽ ഞാനിപ്പോൾ സി ഔട്ട് ഒരു ഹലോ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഹലോ എന്ത് ചെയ്യും? 10 ടൈംസ് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിംഗിൾ ലൈൻ തന്നെ എന്ത് സംഭവിച്ചു? 10 ടൈംസ് വർക്ക് ചെയ്തു. ഇത് 100 ആക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വർക്ക്സ് 100 ടൈംസ്. അപ്പോൾ ഒരു സി ഔട്ട് ഹലോ എന്ന് 100 പ്രാവശ്യം എഴുതുന്നതിന് പകരം നമുക്ക് ഈ 2 ലൈൻസ് അല്ലെങ്കിൽ 3 ലൈൻസ് മതി. ഓക്കെ. ഇതാണ് ലൂപ്പിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു അറേ എന്ന കൺസെപ്റ്റ് ഉണ്ട്. A0, A1, A2, A3 എന്നൊക്കെ ഉണ്ട്. ഞാനിവിടെ A ഓഫ് I എന്ന് കൊടുത്താൽ ആദ്യം അത് A ഓഫ് 0 എന്ന് വായിക്കും, പിന്നെ അത് A ഓഫ് 1 എന്ന് വായിക്കും, പിന്നെ അത് A ഓഫ് 2 എന്ന് വായിക്കും,
പിന്നെ ലാസ്റ്റ് a of 9 എന്നും ആയി. നമുക്ക് വേണ്ടത് തന്നെയാണ്. അതായത് ഐയുടെ ഒരു അറേക്കകത്ത് ഞാൻ അന്ന് പറഞ്ഞു അറേ ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഈസി പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഈസി പ്രോസസ്സിങ് മീൻസ് എന്താണ് ഇതുപോലെ 2 ലൈൻസ് കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് 100 വാല്യൂസ് വരെ എനിക്ക് എന്ത് ചെയ്യാം ഇൻപുട്ട് ചെയ്യാം. സി ഇൻ അല്ലെങ്കിൽ സി ഔട്ട് എന്ന് കൊടുത്താൽ ഞാനിവിടെ സി ഇൻ എന്ന് കൊടുത്തെങ്കിൽ ഐ ക്യാൻ ആക്സെപ്റ്റ് 10 വാല്യൂസ് യൂസിങ് ദീസ് 2 ലൈൻസ് അല്ലേ. അതുപോലെ ഇതാണ് എൻ്റെ ഒരു ഈസി പ്രോസസ്സിങ് എന്ന വാക്കുകളുടെ അന്വർത്ഥമാകുന്നത്. ഓക്കെ, നൗ വി ഹാവ് എ ഡിഫറെൻറ്റ് ലൂപ്പ് കോൾഡ് വൈൽ ലൂപ്പ്. ഞാൻ വൈൽ എന്നൊരു കീവേഡ് ഉപയോഗിച്ച് ലൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വൈൽ ഐ ലെസ് ദാൻ 10. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം, ഈ ഫോർ ലൂപ്പിനകത്ത് ഇത് 3ഉം കമ്പൽസറി അല്ല. ഞാനിപ്പോൾ ഇത് ഒരെണ്ണമാക്കിയാണെങ്കിൽ ഇനീഷ്യൽ വാല്യൂസ് ഉണ്ടാവില്ല, 2 മാക്കിയാണെങ്കിൽ കണ്ടീഷൻ ഉണ്ടാവില്ല. വേണമെങ്കിൽ ഇത് കൊടുക്കാണ്ടിരിക്കാം, അത് വേണം ചെയ്യാം. ഈ ലൂപ്പിനകത്ത് എപ്പോഴെങ്കിലും ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്രേക്ക് കൊടുത്ത് പുറത്തേക്ക് വരും. സ്വിച്ച് പഠിച്ച പോലെ ബ്രേക്ക് കൊടുത്താൽ ഇറ്റ് കംസ് ഔട്ട്. ഓക്കെ, അതുപോലെ ഇതിനകത്ത് വേറൊരു വാക്ക് ഒരു ഇതോടുണ്ട്, കണ്ടിന്യൂ എന്നൊരു വാക്കുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാണ്, ഇഫ് ഐ ഈക്വൽ ടു 5 ആണെങ്കിൽ കണ്ടിന്യൂ എന്ന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റിങ് സി ഔട്ട് കൊടുത്തിരിക്കുന്നതായിരിക്കാം. സോ ഇഫ് ഐ ഈക്വൽ ടു 5 കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഐ 5 എത്തുമ്പോൾ അല്ലേ, ഐ 5 ആണെങ്കിൽ കണ്ടിന്യൂ ആക്കണം. സോ ദിസ് കണ്ടിന്യൂ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സ്കിപ്പ് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദി ലൂപ്പ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ദി നെക്സ്റ്റ് ഇറ്ററേഷൻ. അപ്പോൾ എന്താണ് ഇഫ് ഐ ഈക്വൽ ടു 5 കണ്ടിന്യൂ മീൻസ് എന്താണ് ഐ 5 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. എന്താ കണ്ടിന്യൂ ചെയ്യേണ്ടത്, താഴേക്കുള്ള ലൈൻസ് എന്തൊക്കെയാണെന്ന് മാർക്ക് ചെയ്യരുത്, പകരം എന്ത് ചെയ്യുക ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ 5 മാത്രം ഉണ്ടാവില്ല, ഒരു സി ഔട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഐ ഈക്വൽ ടു 5 ഓർ ഐ ഈക്വൽ ടു 7 കൊടുക്കുകയാണെങ്കിൽ 5നും 7നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് കൂടി ഇവിടെയുണ്ട്, ബ്രേക്കും കണ്ടിന്യൂ. ബ്രേക്ക് ഇസ് ഫോർ ബ്രേക്കിംഗ്, കണ്ടിന്യൂ ഇസ് ഫോർ കണ്ടിന്യൂയിങ് വിത്ത് നെക്സ്റ്റ് ഇറ്ററേഷൻ ബൈ സ്കിപ്പിംഗ് ദി ഫോളോയിങ് ലൈൻസ്. ഇനി വൈൽ ഐ ലെസ് ദാൻ 10 എന്ന ലൂപ്പ്, വൈൽ എന്നൊരു ലൂപ്പ് അകത്ത് കണ്ടീഷൻ കൊടുത്തു. ഇവിടെയും ബ്രാക്കറ്റ് ഉണ്ട്, പഴയ പോലെ എന്താണ് ദിസ് ബ്രാക്കറ്റ് മീൻസ് ദിസ് ബ്രാക്കറ്റ് ഈസ് ദി ബ്രാക്കറ്റ് ഓഫ് വൈൽ ലൂപ്പ്. ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും വൈൽ ലൂപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വൈൽ എന്ന് കൊടുത്തു, ഞാനിവിടെ സി ഔട്ട് ഐ എന്ന് കൊടുത്തു. സി ഔട്ട് ഐ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് കാണുമ്പോൾ വീണ്ടും മുകളിൽ പോകും, പക്ഷേ ഐയുടെ വാല്യൂ മാറ്റിയിട്ടില്ല. അപ്പോൾ വീണ്ടും 10 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ അല്ല, ആദ്യം ഐ എന്താണോ അത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും, ആദ്യം ഒരു ഐയുടെ വാല്യൂ കൊടുക്കേണ്ടി വരും. കാര്യം ഇനീഷ്യൽ വാല്യൂ കൊടുക്കാത്തതുകൊണ്ട് ആദ്യം ഒരു ഐയുടെ വാല്യൂ കൊടുക്കണം. ഞാൻ ഐ ഈസ് ഈക്വൽ ടു 5 എന്ന് ആദ്യം കൊടുത്തു. അപ്പോൾ ഐയുടെ വാല്യൂ 5 അല്ലെങ്കിൽ 0 എന്ന് ആദ്യം കൊടുത്തു. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്നുള്ളത് വൈൽ ലൂപ്പിൽ വരുന്നില്ല. അതിന് പുറത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഗിവ് എക്സ്പ്ലിസിറ്റ്ലി ബിഫോർ ദി വൈൽ ലൂപ്പ്. അതുപോലെ കണ്ടീഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ അവിടെ ഇല്ല. സോ ഐ ഹാവ് ടു ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഐ ഡിപ്പെൻഡിങ് ഓൺ മൈ നീഡ്. അപ്പോൾ ഇനീഷ്യലൈസേഷനും ഇൻക്രിമെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഗിവ് എക്സ്പ്ലിസിറ്റ്ലി. അപ്പോൾ ഇത് വൈൽ ലൂപ്പാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടും സെയിം തന്നെ ആയിരിക്കും. ഈ കണ്ടിന്യൂ ഇല്ലെങ്കിൽ രണ്ടിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, സി ഔട്ട് ഐ എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ട് ലൂപ്പ് എന്നുള്ളൂ. വി ക്യാൻ യൂസ് എനി ഓഫ് ദി ലൂപ്പ് ഡിപ്പെൻഡിങ് ഓൺ അവർ നെസസിറ്റി. ഇതിനകത്ത് വെറുതെ വൈൽ ട്രൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ മൊത്തം പ്രശ്നമാകും. വൈൽ ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ട്രൂ ആയിരിക്കും, ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ദ ലൂപ്പ് ബിക്കംസ് ഇൻഫിനിറ്റ്. അതുപോലെ ഫോർ ലൂപ്പിനകത്ത് എന്താണ്, ഈ കണ്ടീഷൻ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ലൂപ്പ് എന്താവും, ഇൻഫിനിറ്റ് ആവും.
സോ വൈൽ I less than 10. ഇതൊരു വൈൽ ലൂപ്പാണ്. ഇതുപോലെ വേറെ ലൂപ്പുണ്ട്, ഡു വൈൽ ലൂപ്പ് എന്ന് പറയാം. സിൻടാക്സ് എങ്ങനെയാണ്? ഡു എന്ന് കൊടുക്കുന്നു, അതിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് ബ്രാക്കറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെയാണ് എനിക്ക് ചെയ്യേണ്ടത് വൈൽ എന്ന് കൊടുക്കേണ്ടത്. എന്നിട്ട് കണ്ടീഷൻ കൊടുക്കുക I less than 10. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഒരു സെമി കോളം കൂടി വേണ്ട. സോ വൈൽ I less than 10 എന്നുള്ളത് കൊടുക്കുന്നത് ഈ ബ്രാക്കറ്റ് കഴിഞ്ഞ ഉടനെയാണ്. അതുപോലെ ഇത് കഴിയുമ്പോൾ ഒരു സെമി കോളം ഉണ്ട്. അത് വേറെ സിൻടാക്സ് ഉള്ളൂ. സോ ഇൻ കമ്പൈലർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യാണ്ട് അകത്തേക്ക് കയറുന്നത്. ഇവിടെ കൊടുക്കുന്ന കാര്യം എന്ത് ചെയ്യുക? ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് എന്ത് വേണം? ഇപ്പോൾ ഒരു ഐക്കൊരു വാല്യൂ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? കൊടുത്തുണ്ടാവണം. ഐക്ക് എനിക്കൊരു വാല്യൂ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? I am giving the value as I equal to 0. ഒരു വാല്യൂ കൊടുക്കും. അപ്പോൾ പിന്നെ നേരെ ലൂപ്പിനകത്ത് വരും. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ല. ഡു കാണുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ഗോസ് ഇൻ ടു ലൂപ്പ് ഡയറക്ട്ലി. സി ഔട്ട് ഐ. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ല, നേരെ ലൂപ്പിനകത്ത് കയറി 0 പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് കഴിയുമ്പോൾ ലാസ്റ്റ് ഇറ്റ് സീസ് വൈൽ I less than 10. അപ്പോഴും വേറെ പ്രശ്നങ്ങളില്ല, ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യില്ല. അപ്പോൾ I less than 10 ആണ്. വീണ്ടും I പ്രിൻ്റ് ചെയ്തു, അപ്പോൾ 0 പ്രിൻ്റ് ചെയ്തു. എനിക്ക് പക്ഷേ I എന്താ വേണ്ടത്? എനിക്ക് I കൂടിക്കൊണ്ടിരിക്കണം. അത് മാത്രമല്ല 10 ആകുമ്പോൾ നിൽക്കാൻ വേണം. സോ I have to increment I here. ഓക്കെ. അപ്പോൾ I++ ആണെങ്കിൽ I ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. I + = 2 ആണെങ്കിൽ I 2 ഇൻക്രിമെൻറ്റ് ചെയ്യും. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ആ ഇൻക്രിമെൻറ്റേഷൻ എല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദി ലോജിക് ഓഫ് ദി പ്രോഗ്രാമാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഡു സി ഔട്ട് I++ വൈൽ I less than 10 സെമിക്കോളൻ. അപ്പോൾ ഇതിന് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ല, അവസാനം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും മുകളിൽ പോകുന്നുണ്ട്. വീണ്ടും മുകളിൽ പോകും, എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ലൂപ്പുകളും ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അകത്ത് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ദേ ആർ എൻട്രി കൺട്രോൾഡ്. അതായത് ലൂപ്പിൻ്റെ ബോഡിക്കകത്ത് കയറുമ്പോൾ ഒരു കൺട്രോൾ ഉണ്ട്, എൻട്രി കൺട്രോൾഡ്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് അതിനകത്ത് കയറുക. സോ വി കോൾ ദാറ്റ് ലൂപ്സ് ആസ് എൻട്രി കൺട്രോൾഡ്. ഡു വൈൽ ലൂപ്പ് ആണെങ്കിൽ അതെന്താണ്? അത് എൻട്രി കൺട്രോൾഡ് അല്ല, അത് എക്സിറ്റ് കൺട്രോൾഡ് ആണ്. ദ കണ്ടീഷൻ ഈസ് ഡൺ ഡ്യൂറിങ് ദ എക്സിറ്റ് സ്റ്റേറ്റ്. പിന്നെ പറയാം, ഈ വൈൽ ലൂപ്പ് ആണെങ്കിലും ഡു വൈൽ ലൂപ്പ് ആണെങ്കിലും ഇറ്റ് വർക്ക്സ് സിമിലർ, ബട്ട് the body of the do while loop gets executed at least once. അല്ലേ? കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. ഒരു പ്രാവശ്യം ചെയ്യും, ഒരു പ്രാവശ്യം ഇതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ വീണ്ടും മുകളിൽ പോകും. സോ ദി ബോഡി ഓഫ് ദി ഡു വൈൽ ലൂപ്പ് ഗെറ്റ്സ് എക്സിക്യൂട്ടഡ് അറ്റ് ലീസ്റ്റ് വൺസ്. വൈൽ ലൂപ്പ് ആണെങ്കിൽ അത് വേണമെന്നില്ല. കാരണം എന്താണ്? കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. Okay. So these two are entry controlled and this one is exit controlled. Loop എന്നുള്ളത് loops are for executing some lines again and again depending on the program logic. And ലൂപ്പിൻ്റെ നിയന്ത്രണം ആരാണ്? പ്രോഗ്രാമർ ചെയ്യണം. അത് I is equal to ഇനീഷ്യൽ വാല്യൂ കൊടുക്കണം, കണ്ടീഷൻ കൊടുക്കണം. ഇതെല്ലാം the programmer has to set the values accordingly. അപ്പോൾ ഇത് മൂന്ന് സിൻടാക്സ് ആണ്, പക്ഷേ പർപ്പസ് എന്താണ്? സെയിം ആണ്. ചില പ്രോഗ്രാംസിനകത്ത് നമ്മൾ വിൽ ബി യൂസിങ് ഡു വൈൽ, ചില പ്രോഗ്രാംസ് വൈൽ ലൂപ്പ് ഉപയോഗിക്കും, ചില പ്രോഗ്രാംസ് ഫോർ ലൂപ്പ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദി പ്രോഗ്രാമേഴ്സ് വിഷ് ഹി ക്യാൻ യൂസ് ദി ലൂപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നുള്ളത്. ഡിസിഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് സ്ട്രക്ചറും ലൂപ്പിംഗ് സ്ട്രക്ചറും. ലൂപ്പിങ്ങിനകത്ത് 3 കാര്യങ്ങൾ. ഓക്കെ.